എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അല്പസമയം ധ്യാനിപ്പാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു: എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനിക്കപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. നമുക്കറിയാം, ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. വളരെ വേദനിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിച്ചു പറയുക, കർത്താവേ, എൻ്റെ പ്രാർത്ഥന നീ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണമേ. ആമേൻ, സ്തോത്രം. എൻ്റെ പ്രാർത്ഥന നീ ശ്രദ്ധിക്കണം. ആമേൻ, എൻ്റെ പ്രാർത്ഥന നീ ശ്രദ്ധിക്കണമെന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ് ഈ 55 സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വളരെ വേദനിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചില ഭീതി. ആമേൻ. ഇവിടെ ദാവീദ് പറയുന്നു, മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത്, ആമേൻ, വേദനിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ദാവീദ് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാനിടയായി. ദൈവകുഞ്ഞെ, ഈ വിശുദ്ധമായ ഞായറാഴ്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനകൾക്ക് മറഞ്ഞിരിക്കരുതേ എന്ന് ദാവീദ് പറയുന്നത് പോലെ നമുക്ക് പറയാമോ? കഴിഞ്ഞ ഒരാഴ്ച എന്നെ നടത്തിയ ദൈവമേ, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോയിക്കേ, ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് പറയുന്നത് പോലെ, ആമേൻ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ ചില വേദനകളും ചില വിഷമങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അത് നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, നിന്നെ ഒന്നുകൂടെ പണിത് പുറത്തെടുക്കാൻ വേണ്ടിയാ. ഈ 55 സങ്കീർത്തനത്തിനകത്ത് ആമേൻ ദാവീദ് പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ചെവി തരണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ 53 സങ്കീർത്തനത്തിൽ പറയുകയാണ്, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുന്നു? പറയുന്നു. ആമേൻ. അപ്പൊ ദൈവം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം പേർ എൻ്റെ അടുത്ത് എന്നെ തകർത്ത് കളയുവാൻ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും എൻ്റെ നേരെ അവർ കുതികാലം ഉയർത്തിയിരിക്കുകയാണ്. ആമേൻ. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിപ്പാൻ ദൈവമേ നീ ഇടയാക്കരുതെന്ന് ദാവീദ് ദൈവസന്നിധിയിൽ കരയുകയാണ്. ഇന്ന് പകലില് ദൈവകുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയുടെ നടുവിലും നിന്റെ ആരാധനയുടെ നടുവിലും നിന്റെ ദൈവത്തോടുള്ള ആമേൻ അകമഴിഞ്ഞ ബന്ധത്തിന് നടുവിലും ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാമോ? പറയുവാനും കഴിയുമോ? ദൈവമേ, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണം. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. എന്നാൽ സുവിശേഷങ്ങളിൽ പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. നിന്റെ ഹൃദയം വേദനിക്കപ്പെട്ടിരിക്കുകയാണോ? നിന്റെ ഹൃദയം ആമേൻ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ യെശയ്യാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ഭയപ്പെട്ടിരിക്കേണ്ട, ഞാൻ നിന്നെ എന്ത് ചെയ്യാം? സഹായിക്കാൻ പോകുക. ഈ ഭൂമിയിൽ ഭയത്തിൻ്റെ ഭീതിയുടെ നടുവിലായിരിക്കുന്ന ദൈവകുഞ്ഞെ, ആമേൻ, നിന്നെ സഹായിപ്പാൻ എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം നിന്റെ അടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവിടെ പിന്നെയും യെശയ്യാ പ്രവാചകൻ പറയുന്നു, 44:22 പറയുന്നു, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെ ആമേൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പോ നിന്റെ പാപങ്ങളെയും ലംഘനങ്ങളെയും മായ്ച്ച് നിന്റെ ഭീതിയെ അകറ്റുവാൻ ഞാൻ ശക്തൻ, മതിയായവൻ. ആമേൻ. നീ ഭാരപ്പെടണ്ട ദാവീദേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ലോകചരിത്രത്തിൽ ഒരു മനുഷ്യനും പറയാതിരിക്കുമ്പോൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, മരുഭൂമിയുടെ അവസ്ഥ ജീവിതത്തിൽ കടന്നു വന്നാലും കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ആമേൻ, പ്രൈസ് ദി ലോർഡ്, വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവം അഭിഷക്തന്റെ മുൻപിൽ ആഹതനായിട്ടുണ്ട്. അത് ദാവീദിന് നല്ലവണ്ണം അറിയാം. ദൈവപൈതലേ, നമ്മുടെ കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? എത്രയോ പേർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു.
അല്ലേ? നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് കൂടെ നടന്നവർ, ആമേൻ, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പിരിയില്ല എന്ന് പറഞ്ഞവർ, അവരെല്ലാം എവിടെ? എല്ലാവരും പോയില്ലേ? ആമേൻ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ എല്ലാവരും നമ്മെ വിട്ടു പോയില്ലേ? ഹല്ലേലൂയ. എല്ലാവരും വിട്ടുപോയി അല്ലേ? എല്ലാവരും വിട്ടുപോയി. ആമേൻ. എന്നാൽ ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും വിട്ടുപോകുമ്പോഴും, നിനക്ക് വേദനിക്കപ്പെട്ടിരിക്കുമ്പോൾ, എല്ലാവരും നിന്നെ വിട്ട് മാറിപ്പോകുമ്പോഴും, മാറിപ്പോകാത്തൊരു ദൈവം ഇന്ന് പകൽക്കാലം പറയുക. സ്തോത്രം. നിന്റെ കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കുന്ന, നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം ഇന്ന് പകൽക്കാലം പറയുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എന്തിനാ ദുഃഖിച്ചിരിക്കുന്നത്? നിന്റെ ദുഃഖം സന്തോഷമായി തീരാൻ പോകുകയാ. ആമേൻ. നിന്റെ ദുഃഖം സന്തോഷമായി തീരാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. നിന്റെ അപേക്ഷയൊക്കെയും ആമേൻ അവൻ നിവർത്തിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദേശത്തിൽ നന്മ നീ അനുഭവിക്കും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ മീതെ എന്ത് ചെയ്യില്ല? കവിഞ്ഞു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഞാൻ നിന്നെ എന്ത് ചെയ്യും? താങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെല്ലാം പറയാനൊരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ദൈവം നിന്നോട് പറയുക, നിന്റെ കൂടെ കർത്താവുണ്ട്. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇവിടെ വായിക്കുന്നത്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനിക്കപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഭയവും വിറയലും എന്നെ പിടിച്ചു. ആമേൻ. പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഒരു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതെല്ലാം ഇന്ന് പകൽക്കാലം മാറട്ടെ. വേദനിക്കപ്പെട്ടിരുന്ന വിഷയത്തിൽ ദൈവം മറുപടി അയക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധമായ പകലിനായ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപയിൽ പൊതിയണം. അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.